കുഞ്ഞിനെ പറ്റിയും ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റിയും അവർ പറയുന്നത് ഞാൻ കേട്ടു. അച്ഛനെ നോക്കാൻ വേണ്ടി ഡോക്ടറായിട്ട് വന്നിരിക്കുക. നമുക്ക് രക്ഷപ്പെടാം. സച്ചേട്ടനും ഗിരീഷ് നമ്പ്യാരും ഒക്കെ പുറത്തുണ്ട്. അവരൊന്നും കാണാതെ നീ കുഞ്ഞെവിടെയാന്ന് നോക്ക്. വേഗം കുഞ്ഞിനെ കണ്ടെത്ത്. ആ സമയത്ത് ഞാൻ പോയി സച്ചേട്ടനെ മറ്റും കൂട്ടിക്കൊണ്ടിങ്ങി വരാം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി അവിടെ തന്നെ വേണോന്ന്. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം ചോദിച്ചതുകൊണ്ടാ ഞാൻ അടുക്കളയിലേക്ക് പോയത്. ചൂടുവെള്ളം? ദേ, ഞാൻ ഭയക്കുന്ന പോലെ എന്തേലും സംഭവിച്ചാ വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. ഇവിടെ കിടക്കട്ടെ. ഇതാണ് കഠിന തടവ്. 3-4 ദിവസം കഴിയുമ്പോ കടലിലോ കായലിലോ തള്ളം. അവൾ അഭ്യാസവും കൊണ്ട് കേറി വന്നത് കടുവാക്കൂട്ടിലേക്കാ. ഒരു ഡോക്ടർ. വന്ന് കേറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞിനെ എന്ത് ചെയ്യും? അതാ അടുത്ത പ്രശ്നം. മീനാക്ഷി സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിനെ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തായാലും ആപത്താണ്. കുഞ്ഞിനെ കിട്ടിയ അവള് ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടും. അതൊരു വലിയ പ്രശ്നമാവും. കുട്ടിയെ കിട്ടാതിരുന്ന അവൾ ഒരിക്കലും പോവില്ല. മീനാക്ഷി സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞ് ഇവിടെയുള്ളത് അപകടം. ഡോക്ടർ വേഷം കെട്ടിവന്ന് ഇവളുടെ വാല് പിടിച്ച് ആരെങ്കിലും ഇവിടെ വന്ന് മീനാക്ഷിയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കുഞ്ഞൊപ്പം ഇല്ലാതെ മീനാക്ഷി പോകാൻ തയ്യാറാവില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? മീനാക്ഷിയുടെ കയ്യെത്താ ദൂരത്തിലേക്ക് കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷി മാത്രമല്ല, ആരും പെട്ടെന്ന് കേറി ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന്. അതായത് ഇപ്പൊ തന്നെ കുഞ്ഞിനെ മാറ്റണം. മീനാക്ഷിയും കുഞ്ഞും ഒരിടത്തുള്ളത് എപ്പോഴായാലും അപകടം തന്നെയാണ്. അവര് രണ്ടിടത്തായാലേ കുഞ്ഞിനെ വെച്ച് വിലപേശാനാകും. ഡോക്ടർ വേഷം കെട്ടി ഇവള് വന്നതുപോലെ ഇനിയും മീനാക്ഷിയെ രക്ഷിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നുന്നിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ കുഞ്ഞുമായിട്ട് നീ പോണം. പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന്.